കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂട്ടൺസിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ കണ്ടിരുന്നു. അവിടെ നമ്മൾ ഇനേർഷ്യ എന്താണ് എന്നും മൊമെൻറ്റം എന്താണ് എന്നും ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനാണ്. ന്യൂട്ടൺസ് തേർഡ് ലോ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോ ആണിത്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ എന്ന രണ്ട് ടേംസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെല്ലാം നടക്കാറുണ്ട്, പിന്നെ കുറച്ച് പേർക്കൊക്കെ നീന്താനൊക്കെ അറിയാം. ഇതിലെ എല്ലാം ഈ ന്യൂട്ടൺസ് തേർഡ് ലോയാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ന്യൂട്ടൺസ് തേർഡ് ലോ ആണ് നമ്മളെ ഇതെല്ലാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ലെറ്റ് us see what is Newton's third law. To every action there is an equal and opposite reaction. To every action there is an equal and opposite reaction. Then രണ്ട് ടേംസ് ഇവിടെ വന്നു, ആക്ഷനും റിയാക്ഷനും. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ഇത് രണ്ടും എന്താണ്? രണ്ട് ടേംസാണ്, പക്ഷേ ഇത് രണ്ടും ഒന്നിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോഴ്സ് എന്ന ക്വാണ്ടിറ്റിയാണ് ആക്ഷനും റിയാക്ഷനും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ലെറ്റ് us see how this act. ആക്ഷൻ, ഒരു ഫോഴ്സ് അവിടെ ഉണ്ടായി. റിയാക്ഷൻ, വേറൊരു ഫോഴ്സ് അവിടെ ഉണ്ടായി. ദെൻ ഇത് രണ്ടും, ആക്ഷനും റിയാക്ഷനും രണ്ടും രണ്ട് ബോഡിയിലാണ് ആക്ട് ചെയ്യുന്നത്. ആക്ഷനും റിയാക്ഷനും രണ്ടും രണ്ട് ബോഡിയിലാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു ടേബിള്, അതിൽ ഒരു ബോഡി ഓഫ് മാസ് എം വച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ റെസ്റ്റ് ആണ്. ദെൻ ഇത് മൂവ് ചെയ്യുന്നില്ല, അതായത് ഇതിൻ്റെ പൊസിഷൻ മാറുന്നില്ല. അതായത് ഇത് റെസ്റ്റിലാണ് എന്നതിലുള്ള മീനിങ് എന്താ? ഇത് ഒരു ഫോഴ്സ് ഈ മാസിന് ഓഫ് ബോഡി എം എന്നുള്ള മാസ് ഓഫ് ബോഡി ഒരു വെയിറ്റ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്കറിയാം, എം ഇൻറ്റു ജി ആണ് എന്നറിയാം. ഇനി ഇതിവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഈ ടേബിൾ കൊടുക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ആർ എന്നുള്ള ഫോഴ്സ്. അത് റിയാക്ഷനായിട്ട് എടുക്കാം. ദെൻ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ദെൻ നമുക്ക് ആർ ഈസ് ഈക്വൽ ടു എടുക്കാൻ പറ്റും, എന്ത്? എം ജി, ഓർ ഇതിന് പകരം നമുക്ക് ഡബ്ല്യു, വെയ്റ്റ് ഓഫ് ദി ബോഡി എന്ന് എടുക്കാം. ദെൻ ആർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ആണ്, ഇത് റെസ്റ്റിലാണ് ഇപ്പോൾ. ദെൻ ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ബട്ട് ഒന്ന് ആക്ട് ചെയ്യുന്ന എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമുക്കിതിന് എന്ത് കൊടുക്കാം? ഒരു മൈനസ് സൈൻ ഇവിടെ ഇട്ട് കൊടുക്കാം. റിയാക്ഷൻ ഫോഴ്സ്, നമ്മൾ സെക്കൻഡ് ടേം എപ്പോഴും എന്തായിരിക്കണം? ഒരു നെഗറ്റീവ് ആയിരിക്കണം. നമുക്കറിയാം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ദെൻ ആർ ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു വന്നു. ഈ മൈനസിൻ്റെ മീനിങ് ശരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ള മീനിങ് ആണ്. ദെൻ ഇവിടെ ആർ എന്ന് പറയുന്നതും ഡബ്ല്യു എന്ന് പറയുന്നതും ആക്ഷനും റിയാക്ഷനുമാണ്, രണ്ട് ഫോഴ്സസ് ആണ്. ഈ രണ്ട് ഫോഴ്സസും ആക്ട് ചെയ്യുന്നത് രണ്ടും രണ്ട് ബോഡിയിലാണ്. ഇവിടെ ഒന്ന്, അതായത് ഈ ബോക്സ് ഇവിടെ ഞാൻ എം എന്നുള്ള മാസ് ഓഫ് ദി ബോഡി ടേബിളിലാണ് വെച്ചിരിക്കുന്നത്. ഈ ബോഡി ടേബിളിൻ്റെ മേലെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു, അതിനെ നമുക്ക് ആക്ഷൻ എന്ന് വിളിച്ചു. ദെൻ അതിന് ഈക്വലായിട്ട് ഈ ടേബിള് എന്ത് ചെയ്തു? ഈ ബോക്സിൻ്റെ മേലെ ഒരു ഫോഴ്സ് കൊടുത്തു, അതിനെ നമ്മൾ എന്ത് വിളിച്ചു? റിയാക്ഷൻ എന്ന് വിളിച്ചു. ദെൻ ആക്ഷനും റിയാക്ഷനും രണ്ടും രണ്ട് ബോഡിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം.
നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ലായിരിക്കും, പക്ഷേ ശരിക്കും സംഭവിക്കുന്നത് ഒരാൾ ഒരു ഫ്ലോറിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഫോഴ്സ് നമ്മൾ ആ ഫ്ലോറിൽ കൊടുക്കുന്നു. ദെൻ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ ആക്ഷനായിട്ടെടുത്തു. ഇനി അറ്റ് ദ സെയിം ടൈം ഒപ്പം തന്നെ എന്ത് സംഭവിക്കും? ഈ ഫ്ലോറ് നമുക്ക് നമ്മുടെ ഫൂട്ടിൽ, നമ്മുടെ പാദത്തിൽ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് തരും. അതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം. ദെൻ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോറിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ്. ദെൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്റ്റീവ് ഫോഴ്സ് അവിടെ വന്നു. ദാറ്റ് ഈസ് റിയാക്ഷൻ. അതാണ് ഏത്? ഫ്ലോറ് നമ്മുടെ ഫുട്ടിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ്. ദെൻ രണ്ടും എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമ്മൾ ഫ്ലോറിൽ കൊടുത്തത് ഈ ഡയറക്ഷനിൽ കൊടുത്തു. ദെൻ ഫ്ലോർ നമുക്ക് തന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതാണ്. രണ്ടും എന്താ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ദെൻ ആക്ഷൻ ഈക്വൽ ടു നമുക്ക് എന്തെഴുതാൻ പറ്റും? മൈനസ് റിയാക്ഷൻ എഴുതാൻ പറ്റും. ദെൻ ഞാനിവിടെ ജനറലായിട്ട് രണ്ട് ബോഡീസ് എടുക്കുക, എയും ബിയും. എനിക്ക് ഈ ആക്ഷനെയും റിയാക്ഷനെയും ഫോഴ്സിൻ്റെ ആ ടേംസിൽ നമുക്ക് എഴുതണം. ദെൻ എഫ് എന്നുള്ള ലെറ്ററാണ് നമ്മൾ ഫോഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എഫ് എ ബി എന്നെഴുതി. എഫ് എ ബി ഇത് എന്ന് പറയുന്ന ഫോഴ്സ് ഓൺ ഒബ്ജക്റ്റ് എ ബൈ ബി. ഫോഴ്സ് ഓൺ ഒബ്ജക്റ്റ് എ ബൈ ബി. എയുടെ മേലെ ബി കൊടുത്ത ഫോഴ്സിനെ ഞാൻ എന്ത് റെപ്രസെൻറ്റ് ചെയ്തു? എഫ് എ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഇതിന് ഓപ്പോസിറ്റായിട്ട് വേറൊരു ഫോഴ്സ് ഉണ്ടാവും. ആര്? എ ബിക്ക് ഒരു ഫോഴ്സ് കൊടുക്കും അല്ലേ? അതിനെ ഞാൻ എഫ് ബി എ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഫോഴ്സ് ഓൺ ബി ബൈ ഇ. എ ബിയുടെ മേലെ കൊടുത്ത ഫോഴ്സ് എന്ന് നമ്മൾ കണ്ടിരുന്നു ഈക്വൽ ആണ്. ദെൻ വൺ മോർ ഓപ്പോസിറ്റ് ആണ്. എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ ആണ്. എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ ആണ്. അതാണ് ആക്ഷനും റിയാക്ഷനും. ആക്ഷൻ ഇസ് ഈക്വൽ ടു മൈനസ് റിയാക്ഷൻ. ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ. ഇനി നമ്മൾ ഓർക്കും ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അല്ലേ? ദെൻ ആ ഫോഴ്സ് അവിടെ ക്യാൻസൽ ചെയ്തില്ലേ? ഇല്ല. കാരണം ഇത് രണ്ടും രണ്ട് ബോഡിയിലാണ് ആക്ട് ചെയ്യുന്നത്. എ എന്നുള്ള ബോഡിയുടെ മേലെ ബി ആക്ട് ചെയ്യുന്നതും ബി എന്ന ബോഡിയുടെ മേലെ എ ആക്ട് ചെയ്യുന്നതും എഫ് എ ബിയും എഫ് ബി എയും രണ്ടും രണ്ട് ബോഡിയുടെ മേലെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നില്ല. ഈക്വലും ഓപ്പോസിറ്റ് മാത്രമേ ആകുന്നുള്ളൂ. പിന്നെ ഇത് രണ്ടും ഒരേ സമയം നടക്കുന്ന പ്രോസസ്സ് ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സാണ്. അതായത് ഒന്ന് കഴിഞ്ഞിട്ടല്ല വേറൊന്നും നടക്കുന്നത്, എല്ലാം ഒരേ സമയത്ത് നടക്കുന്നതാണ്. ദെൻ ദിസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ് ആൻഡ് ദേ ആക്ട് ഓൺ ടു ഡിഫറെൻറ്റ് ബോഡീസ്. ആക്ഷൻ ഈക്വൽ ടു ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത്രയുമാണ് നമുക്ക് ലോ എന്ന് പറയുന്നത്. ഇനി കുറേ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്നത്. ബേർഡ്സ് ഫ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വിങ്സ് ഒരു ഫോഴ്സ് എയറിൽ അപ്ലൈ ചെയ്യും. ദെൻ എയർ എന്ത് ചെയ്യും? ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ആ ബേർഡിൻ്റെ മേലെ ആക്ട് ചെയ്യും. ദെൻ എന്ത് ചെയ്യും? ഇറ്റ് മൂവ്സ് ഫോർവേഡ്. ദെൻ നമ്മൾ തോണിയിൽ നിന്നോ അല്ലെ ബോട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക്, അതായത് കരയിലേക്ക് ചാടാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ഫോഴ്സ് ഈ ബോട്ടിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദെൻ സെയിം ടൈം എന്താ? ഈ ബോട്ട് വേറൊരു ഫോഴ്സ് നമുക്ക് തരുന്നുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ബോട്ടിൽ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് ബോട്ട് പുറകോട്ട് പോകും. ബോട്ട് നമുക്ക് തരുന്ന ഫോഴ്സ് കൊണ്ട് നമ്മൾ എന്തായി? നമ്മൾ മുന്നോട്ട് പോകും.
ഇനി നമ്മൾ കൃഷിസ്ഥലം നനയ്ക്കാൻ വേണ്ടി സ്പ്രിങ്ക്ലർ യൂസ് ചെയ്യാറുണ്ട്. സ്പ്രിങ്ക്ലറിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒന്നെങ്കിൽ ഒരു 2 പൈപ്പ് ഉള്ളതായിരിക്കാം, അല്ല എങ്കിൽ 4 ഒക്കെ ഉള്ള ഇങ്ങനെയുള്ള പൈപ്പുകൾ കാണാം. ഇതെന്ന് പറഞ്ഞാൽ കേർവ്ഡ് ഷേപ്പായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ കേർവ്ഡ് ഷേപ്പായിരിക്കും ഉണ്ടാവുക. ഇതെങ്ങനെ സംഭവിക്കുന്നേ? ഇവിടുന്ന് പുറത്തേക്ക് വെള്ളം വരും. ദെൻ എന്ത് ചെയ്യും? ആ വെള്ളം ഈ പൈപ്പിൻ്റെ മേലെ ഒരു ഫോഴ്സ് കൊടുക്കും. ഓക്കെ, ദെൻ ആ ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യും? ഈ സ്പ്രിങ്ക്ലർ റൊട്ടേറ്റ് ചെയ്യും. ദെൻ എല്ലാ സ്ഥലത്തും വെള്ളം എത്തി വരും. അതായത് ഇതിൻ്റെ പുറത്തേക്ക് വെള്ളം വന്നു, ആ വെള്ളം ആ പൈപ്പിൻ്റെ മേലെ ഒരു ഫോഴ്സ് കൊടുത്തു, ദെൻ അത് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൃഷിസ്ഥലമെല്ലാം നന്നായി നനയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് സ്പ്രിങ്ക്ലർ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ആക്ഷൻ ആൻഡ് ന്യൂട്ടൺസ് തേർഡ് ലോയാണ് അവിടെ ഉള്ളത്. ഇതെല്ലാം ആണ് നമ്മുടെ ന്യൂട്ടൺസ് തേർഡ് ലോയുടെ എക്സാമ്പിൾസ്.